Hi friends, welcome to SJTutorialsLive. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം സാധാരണ UAE യിൽ നിന്നും നാട്ടിൽ നിന്നും UAE വരുന്ന ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ അപ്രൂവൽ ഒന്നും കൂടാതെ തന്നെ നമുക്ക് ഇന്ത്യയിൽ നിന്നും UAE വരാവുന്നതാണ്. അതുപോലെ തന്നെ UAE യിലെ പുതിയ നിയമങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി SJTutorials ലൈവിലേക്ക് സ്വാഗതം. ആദ്യം പറയാൻ പോകുന്നത് UAE യിൽ നിന്നും നാട്ടിലേക്ക് പോകുമ്പോൾ ഇപ്പോഴത്തെ നിയമപ്രകാരം നമുക്കറിയാം എയർ സുവിധയുടെ രജിസ്ട്രേഷനാണ് നിർബന്ധമായി വേണ്ടത്. എയർ സുവിധയുടെ രജിസ്ട്രേഷൻ ചെയ്താൽ തന്നെ നമുക്ക് നാട്ടിലേക്ക് നിലവിൽ പോകുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ നിങ്ങൾ നിർബന്ധമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു കുട്ടി 5 വയസ്സിന് മുകളിലാണെങ്കിൽ നിർബന്ധമായും PCR ടെസ്റ്റ് എടുത്തിരിക്കണം എന്നുള്ളതാണ് നിയമം. അത് UAE നിയമം അങ്ങനെ തന്നെയാണ്, ഇന്ത്യയുടെ നിയമം അങ്ങനെ തന്നെയാണ്. ഇനി ഒരു കുട്ടി 5 വയസ്സിന് താഴെയാണെങ്കിൽ PCR ടെസ്റ്റിൻ്റെ നിർബന്ധം ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്നൊരു കുട്ടിക്ക് 5 വയസ്സാവുകയാണ് എന്നുണ്ടെങ്കിൽ ആ കുട്ടിയും PCR ടെസ്റ്റ് എടുക്കേണ്ടതാണ്. ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത്, ചില ആളുകൾ കുട്ടികളുമായി സഞ്ചരിക്കുന്നവരായിരിക്കും. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ ചില കുട്ടികൾ 5 വയസ്സിന്, ചിലപ്പോൾ ഇന്ന് 5 വയസ്സായിരിക്കാം, അല്ലെങ്കിൽ 2 ദിവസം മുമ്പ് 5 വയസ്സായ കുട്ടികളായിരിക്കാം. അങ്ങനത്തെ കുട്ടികൾ തീർച്ചയായും ഈ ഒരു RTPCR ടെസ്റ്റ് എടുത്തിരിക്കണം. ഇനി അത് എടുക്കാൻ പറ്റാത്ത ആളുകളാണ് എന്നുണ്ടെങ്കിൽ ഒരു ഓപ്ഷനുണ്ട്. നിങ്ങൾക്ക് ദുബായ് ടെർമിനൽ 3 പോയാൽ അവിടെ റാപ്പിഡ് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്. അവിടുന്ന് റാപ്പിഡ് ടെസ്റ്റ് എടുത്ത ശേഷം നിങ്ങൾക്ക് യാത്ര ചെയ്യാവുന്നതാണ്. ഇൻ കേസ് അങ്ങനെ പറ്റാത്ത ആളുകളോടാണ് ഈ പറയുന്നത്. ഇനി നിർബന്ധമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 5 വയസ്സിന് മുകളിലാണെങ്കിൽ നിർബന്ധമായും RTPCR ടെസ്റ്റ് എടുത്തിരിക്കണം. 5 വയസ്സിന് താഴെയുള്ളവരാണെങ്കിൽ നിർബന്ധമില്ല എന്നുള്ളതാണ്. ഇനി ഈ 2 കേസ് അറിയാതെ ആരെങ്കിലും മറന്നുപോയാലുള്ള ഒരു ഓപ്ഷനാണ് ഈ പറഞ്ഞത്. നിങ്ങൾക്ക് ദുബായിയുടെ ടെർമിനൽ 3 പോയാൽ നിങ്ങൾക്ക് ഈ കാര്യം ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഒരു റിസൾട്ട് എന്നുള്ളത് 10-15 മിനിറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അതിനുള്ള ഫീ എന്ന് പറയുന്നത് 150 ദിർഹംസ് ആണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പെട്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ടെർമിനൽ 3 പോയിട്ട് പെട്ടെന്ന് തന്നെ ഈ ഒരു റാപ്പിഡ് ടെസ്റ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് ഇത് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ യാത്ര ചെയ്യാനും കഴിയും. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇന്ത്യയിൽ നിന്നും UAE വരുമ്പോൾ സാധാരണ നമുക്ക് GDRFയുടെ അപ്രൂവലാണ് ദുബായിക്കാർക്ക് ഉണ്ടായിരുന്നത്. എല്ലാ അപ്രൂവലുകളും എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ചില ആളുകൾക്ക് നാട്ടിൽ പോകുന്ന സമയത്താണ് അവരുടെ പാസ്പോർട്ട് പുതുക്കുക എന്നുള്ളത് ചെയ്യാറ്. അപ്പോൾ ഈ പാസ്പോർട്ട് പുതുക്കുന്ന സമയത്ത് 2 പാസ്പോർട്ട് ഉണ്ടായിരിക്കുകയും ഒരു പാസ്പോർട്ടിൽ, അതായത് പഴയ പാസ്പോർട്ടിൽ വിസയും പുതിയ പാസ്പോർട്ടിൽ വിസ ഇല്ലാത്തൊരവസ്ഥയും വരുമ്പോൾ യാത്രയ്ക്ക് പല ആളുകൾക്കും പണ്ടേ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. ഈ ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഇന്ത്യയിൽ നിന്നും UAE വരുമ്പോൾ തിരഞ്ഞെടുക്കേണ്ട ഫ്ലൈറ്റ് എന്നുള്ളത് UAEയുടെ ഫ്ലൈറ്റുകൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ്. UAEയുടെ ഫ്ലൈറ്റുകളായ എത്തിഹാദ്, എയർ അറേബ്യ, ഫ്ലൈ ദുബായ്, ഇങ്ങനെയുള്ള ഫ്ലൈറ്റുകൾ സെലക്ട് ചെയ്യാൻ മാക്സിമം ശ്രദ്ധിക്കുക. അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഈ APIയുടെ ഇഷ്യൂ, ഇങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ലാതെ ഇന്ത്യയിൽ നിന്നും UAE വരാവുന്നതാണ്. അല്ലാത്ത പക്ഷം, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇന്ത്യയിൽ നിന്ന് തന്നെ അവിടെ ബ്ലോക്ക് ചെയ്യാൻ സാധ്യത വളരെയധികം കൂടുതലാണ്. ഈ 2 പാസ്പോർട്ടിൻ്റെ കേസ് വന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബോർഡിംഗ് പാസ് കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ട് നേരിടും. അവർക്ക് UAE റിക്വസ്റ്റ് അയച്ചതിന് ശേഷം അതിൻ്റെ അപ്രൂവൽ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ മാത്രമേ സാധാരണ യാത്രക്ക് അനുവദിക്കാറുള്ളൂ. ഈ ഒരു 2 പാസ്പോർട്ടിൻ്റെ കേസ് ആകുമ്പോൾ തന്നെ ഈ ഒരു പാസ്പോർട്ടിൽ വിസയും മറ്റേ പാസ്പോർട്ട് പുതിയതാകുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റിക്വസ്റ്റ് കിട്ടുകയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ കഴിയുകയില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അത് നിങ്ങൾ ചെയ്യേണ്ടത്, ഏതാണോ UAEയുടെ ഫ്ലൈറ്റ് അവൈലബിൾ ആയിട്ടുള്ള ആ ഫ്ലൈറ്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്താൽ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ യാത്ര ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അങ്ങനെ യാത്ര ചെയ്ത് നിങ്ങൾ UAE ഇറങ്ങിയാൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ ഗേറ്റ് വഴി നിങ്ങൾക്ക് വരാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം ഇത് തന്നെയാണ്, ഈ പാസ്പോർട്ട് നിലവിൽ പുതിയതാണ്, പഴയ പാസ്പോർട്ടിലാണ് നിങ്ങളുടെ ഡീറ്റെയിൽസും എല്ലാം ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോർമൽ വേയിലായിരിക്കണം എക്സിറ്റ് ചെയ്യേണ്ടത്. ഈ ഗേറ്റ് വഴി നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റില്ല എന്നുള്ള കാര്യവും മനസ്സിലാക്കുക. അപ്പോൾ
നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട കാര്യം, സാധാരണ സമയമില്ലാതെ ആയിരിക്കും നമ്മൾ നാട്ടിലേക്ക് പോകുന്നത് ഇതുപോലെ പാസ്പോർട്ട് പുതുക്കുന്നതും. പാസ്പോർട്ട് പുതുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നാട്ടിലേക്ക് പോകുന്നതിൻ്റെ ഒരു 15 ദിവസം മുന്നേ തന്നെ അതിൻ്റെ റിക്വസ്റ്റ് കൊടുത്ത് വെക്കുക. നാട്ടിലെത്തിയിട്ട് ആ ഒരു സമയത്ത് അത് പുതുക്കുക. പുതുക്കിയതിന് ശേഷം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട ഫ്ലൈറ്റ് എന്ന് പറയുന്നത് UAEയുടെ ഫ്ലൈറ്റ് ആയിരിക്കുക. അത് നിർബന്ധമുള്ള കാര്യമാണ്. എങ്കിൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഇന്ത്യയിൽ നിന്നും UAEയിലേക്ക് യാത്ര ചെയ്യാവുന്നതാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.